നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസ്. കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ ജോത്സ്യൻ അറസ്റ്റിലായ സംഭവം. തിരുവല്ല സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. ആദ്യം പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചി ബിനാലെ കലാകാരിയായ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം. തായ്വാൻ സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ മുംബൈ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 3 ദിവസം മുൻപായിരുന്നു പരാതി ലഭിച്ചത്. കഴിഞ്ഞ മാസമാണ് സംഭവം. ബിനാലെ വേദിക്ക് സമീപത്ത് വെച്ച് യുവതി പരിചയപ്പെട്ട മുംബൈ സ്വദേശി സുമിത്തിനെതിരെയാണ് പരാതി. ഫോർട്ട് കൊച്ചി പോലീസാണ് പരാതി അന്വേഷിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, നമുക്കറിയാം ഈ വിദേശികൾക്ക്, പ്രത്യേകിച്ചും ഈ വലിയ നമ്മുടെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് വിദേശികളാണ്. ആ വിദേശികൾക്ക്, അതായത് വിനോദസഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കേണ്ട, സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിനുണ്ട്, പോലീസിനുണ്ട്. പക്ഷേ ബിനാലയ്ക്കിടെ ഒരു കലാകാരിക്ക് നേരെ, വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. ആകെ ഒരു ആശ്വാസകരമായ കാര്യം അത് ഈ പ്രതിയായിട്ടുള്ളത് മലയാളി അല്ല എന്നതാണ്. പക്ഷേ എന്താണ് സംഭവിച്ചത്? പോലീസ് ഈ മുംബൈ സ്വദേശിക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ടോമ, കഴിഞ്ഞ മാസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ തൈവാൻ സ്വദേശിയാണ്, ഒപ്പം തന്നെ ബിനാലയിൽ പങ്കെടുക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അവരുടെ പരാതിയിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പെപ്പർ ഹൗസിന് പുറത്ത് വെച്ച്, പെപ്പർ ഹൗസ് എന്ന് പറയുന്നത് ബിനാലയുടെ പ്രധാനപ്പെട്ട ഒരു വേദി അതിലൊന്നാണ്. അവിടെ വെച്ചാണ് ഇയാൾ പരിചയപ്പെടുന്നതും ഒപ്പം തന്നെ സൗഹൃദം സ്ഥാപിക്കാനെന്നുകൊണ്ടും പുറകെ കൂടുന്നതുമല്ല. പിന്നീട് ഈ ഗാലറിയിലേക്ക് സന്ദർശകരുമായിട്ട് പോകുമ്പോഴെല്ലാം ഇയാൾ പുറകെ ഉണ്ടായിരുന്നു, അവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പക്ഷേ ആ ഒരു സൗഹൃദത്തിൽ അവർക്ക് അത്ര താല്പര്യം തോന്നിയില്ല, അല്ലെങ്കിൽ അവർ വലിയ രീതിയിലൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. അവരവിടെ യാത്ര പറയുകയായിരുന്നു. പിന്നീട് അതിനുശേഷവും ഇതിന് പുറത്തേക്ക് വരുമ്പോഴും ഇയാൾ വീണ്ടും ഇവരോട് സംസാരിക്കാൻ ചെല്ലുകയും താനെങ്ങനെ ബുദ്ധിമുട്ടിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയോദിക്കുകയും എല്ലാം ചെയ്ത് വീണ്ടും സൗഹൃദം വീണ്ടും പരിചയപ്പെടണമെന്നൊരു ആഗ്രഹമെല്ലാം തന്നെ പ്രകടിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ ഒരു ബോട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. വാടകയ്ക്ക് ബോട്ട് എടുത്ത്, നമുക്കറിയാം ഫോർട്ട് കൊച്ചിയിൽ അവിടെ അങ്ങനെ യാത്ര പോകാനുള്ളൊരു സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അങ്ങനെ ആ ബോട്ടിങ്ങിന് ഇടയിൽ വെച്ചാണ് ഇയാൾ അപമര്യാദയായി ഇവരോട് പെരുമാറുന്നത്. ശരീരത്തിൽ പലതവണ സ്പർശിക്കുകയും ഇവരോട് സംസാരിക്കുന്നതെല്ലാം തന്നെ അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ശരീരത്തിൽ സ്പർശിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അവരെ ബലമായിട്ട് ഇയാളിലേക്ക് പിടിച്ചടിപ്പിക്കാൻ ശ്രമിച്ചു എന്നതെല്ലാം ഈ പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്ന് പുറത്തിറങ്ങിയ ശേഷം ഇയാളിൽ നിന്ന് ഇവർ മാറുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ ഉച്ചത്തിൽ സംസാരിച്ച് ഇയാൾ അവിടെ നിന്ന് പിരിഞ്ഞ് പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് ഇവർ ഇമെയിൽ വഴി പിന്നീട് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. അത് ഈ അടുത്ത ദിവസങ്ങളിലാണ് പരാതി നൽകുന്നത്. അവിടെ എത്തിയ ശേഷമാണ് ഈ ഒരു പരാതി ഇവിടേക്ക് അയക്കുന്നത്. പരാതിയിൽ പറഞ്ഞ പ്രകാരം തന്നെ അത് ഫോർട്ട് കൊച്ചി പോലീസിന് കൈമാറുകയും ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലീസ് ഈ സമീർ കാത്തെ എന്ന് പറയുന്ന ഇയാൾക്കെതിരെ, അയാൾ നവി മുംബൈ സ്വദേശിയാണ്, അയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പരമാവധി ശേഖരിക്കാൻ കഴിയുന്നത് ശേഖരിച്ചിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായും അത് പുറത്തേക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു എന്നതാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ പോലീസിന് കുറച്ചുകൂടി കൃത്യത വരുത്താനുണ്ട്, ഉറപ്പ് വരുത്താനുണ്ട്. അപ്പോൾ ഏതായാലും നവി മുംബൈ സ്വദേശിയാണ് എന്നതിൻ്റെ സംബന്ധിയായ കാര്യങ്ങളും അയാളുടെ പേര് വിവരങ്ങളും എല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ടൊരു അന്വേഷണം തുടരുകയാണ് എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. വളരെ ഗുരുതരമായിട്ട് തന്നെയാണ്, വളരെ ഗൗരവതരമായിട്ട് തന്നെയാണ് പോലീസ് ഈ പരാതിയെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഫോർട്ട് കൊച്ചി മേഖലയിലടക്കം ഈ നിരവധിയായ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഇടങ്ങളാണ്. അങ്ങനെ വിദേശികൾക്ക് നേരെ അല്ല എങ്കിൽ തന്നെയും അവിടെ സ്ത്രീകൾക്ക് നേരെയെല്ലാം ഉണ്ടാകുന്ന ഇത്തരം ഈ അതിക്രമങ്ങൾ ഒരു കാരണവശാലും അതെവിടെ നടന്നാലും അത് വെച്ച് പൊറിപ്പിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി മേഖലയെല്ലാം വരുമ്പോൾ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടമാണ്. വിദേശികൾക്കെതിരെയെല്ലാം ഈ രീതിയിലൊരു അതിക്രമങ്ങൾ ഉണ്ടാകും. നേരത്തെകളിലെല്ലാം തന്നെ ചിലപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗത്തെല്ലാം ചില സമയങ്ങളിലെല്ലാം തീർച്ചയായും ശക്തമായ നടപടി തന്നെ വേണ്ടതാണ്. ഡാനി, ഈ ആരോപണ വിധേയനായിട്ടുള്ള മുംബൈ സ്വദേശി സുമിത്ത് എന്തിനാണ് കൊച്ചിയിലെത്തിയത്? ഈ ബിനാലയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നതോ വിനോദസഞ്ചാരിയാണോ? എങ്ങനെയാണ് ഈ യുവതിയുമായി, തായ്വാൻ സ്വദേശിനിയുമായി സൗഹൃദത്തിലായത് അല്ലെങ്കിൽ പരിചയപ്പെട്ടത്? അതിനുശേഷമാണോ ഈ രീതിയിലൊരു ചൂഷണം, അതിക്രമം ഉണ്ടായത്?
ടോം, ഇതിൽ സുമിത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ച് വരികയാണ്. ഇയാൾ എന്തിന് വന്നു എന്നതും അതോടൊപ്പം തന്നെ ഇവിടെ എന്തായി എത്ര ദിവസങ്ങളായി ഉണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ ശേഖരിച്ച് വരികയാണ്. പ്രത്യേകിച്ച് ഇയാൾ ഈ ബിനാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു ആ ഭാഗത്തു നിന്നെല്ലാം തന്നെ പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, പ്രാദേശികമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അയാൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവരുമായി സൗഹൃദം അടുത്ത ദിവസങ്ങളിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പിന്നീട് അവരെ പരിചയപ്പെട്ട് അവർ പിറകെ കൂടുകയുമായിരുന്നു എന്നെല്ലാമാണ് ആ പോലീസിൽ അവർ പറഞ്ഞിരിക്കുന്നത്. അവരുടെ പരാതിയിലും അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ആ സൗഹൃദം അവർ വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ നിരസിക്കുകയായിരുന്നു. കാരണം ഇത് പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് പോലെ തോന്നിയതുകൊണ്ട് തന്നെയാണ്. സാധാരണ ഒരു കലാകാരിയെ പരിചയപ്പെട്ടു പോകുന്ന ഒരു രീതി ആയിരുന്നില്ല അവർക്ക് അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അവർ നിരാകരിക്കുകയായിരുന്നു. പക്ഷേ വീണ്ടും ഇയാൾ പുറകെ തന്നെ വരികയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. പിന്നീടാണ് ഈ ബോട്ടിൽ വെച്ച ഈ സംഭവങ്ങൾ, ഈ ഇൻസിഡൻ്റ് എല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നത്. അതിലാണ് അവർ പ്രകോപിതയായിട്ട് ഇപ്പോൾ ആ പരാതി നൽകിയിട്ട് അവരെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ പെരുമാറിയത്. ഇതാ വിദേശ വനിതയല്ല, ആർക്കെതിരെ ആയാലും സ്ത്രീകൾക്കെതിരെ ഇത്തരം ഒരു അധിക്ഷേപങ്ങളോ ഇത്തരം കാര്യങ്ങളോ അനുവദിച്ചുകൂടാൻ പാടില്ലാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഈ പരാതിയെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ബിനാല വേദിയിൽ വെച്ച് തന്നെയെല്ലാം ആ പരിസരത്ത് വെച്ചെല്ലാം തന്നെ നടക്കുന്നു എന്ന് പറയുമ്പോൾ നിരവധിയായ വിദേശ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ, കലാകാരന്മാരെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരിടം കൂടിയാണ്. അന്തർദേശീയ തലത്തിൽ ഈ നമ്മുടെ രാജ്യത്തെ തന്നെ, കൊച്ചിയെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന വേദിക കൂടിയാണിത്. അപ്പോൾ അവിടെ വെച്ചെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് തന്നെ വലിയ അപമാനകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി തന്നെയാണ് പോലീസ് ഇത് അന്വേഷിക്കുന്നത്. തീർച്ചയായും ഡാനി, ഇവിടെ കഴിഞ്ഞ മാസം അവസാനമാണ് ഈ സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. പക്ഷേ പരാതി നൽകിയത് 3 ദിവസം മുൻപാണ്. എന്തുകൊണ്ടാണ് ഈ പരാതി നൽകാൻ വൈകിയത്? യുവതി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ടോമിക്ക് ഇത്തരം കാര്യങ്ങൾ യുവതി ഒരു വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് വൈകിയതെന്ന്, അല്ലെങ്കിൽ പോലീസ് ഈ പരാതി ലഭിച്ചതിന് ശേഷമാണ് കേസെടുക്കുന്നത്. അപ്പോൾ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ദിവസം വൈകിയത് എന്നത് കാര്യങ്ങളിലൊന്നും അവർക്ക് മറുപടിയോ വിശദീകരണമൊന്നും ലഭ്യമല്ല. അവരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതിനുശേഷമായിരിക്കാം ഈ രീതിയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ അയാളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ പൂർണ്ണമായും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാവകാശമായിരിക്കും, അത്തരം കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ ബിനാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തിച്ചിരുന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തുന്നെങ്കിൽ അത് അവർക്ക് മാത്രമായിരിക്കും. ആ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ബിനാലയ്ക്കിടെയാണ് തായ്വാൻ സ്വദേശിനിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. മുംബൈ സ്വദേശിക്കെതിരെയാണ് പരാതി. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് മുംബൈ സ്വദേശി സുമിത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലം പുത്തൂരിൽ പോക്സോ കേസിൽ ജോത്സ്യൻ അറസ്റ്റിൽ. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമായിരുന്നു 16-കാരിയെ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഇവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജ്യോതിഷാലയം, നാട്ടുകാരൊക്കെ ഒരുപാട് പരാതി പറയുന്ന ഒരു ജ്യോതിഷാലയമാണ് ഈ മുരാരിയുടെ ജ്യോതിഷാലയം നമ്മുടെ മനക്കരക്കാവിലുള്ളത്. ഈ ഒരു 5:30-6 മണി സമയത്താണ് ഈ സംഭവം. ഒരു അമ്മയും മകളും കൂടെ അവിടെ ജ്യോതിഷം നോക്കാനും അതുപോലെ തന്നെ കുട്ടിയുടെ ദേഹത്ത് എന്തോ ബാധയുണ്ട് എന്ന് പറഞ്ഞ് അത് നോക്കാൻ വേണ്ടി വന്ന അവരെയാണ് ഒരു പൂജയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം അകത്തേക്ക് വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ഈ പീഡനം സംഭവവുമായി ബന്ധപ്പെട്ട വിഷയം അറിയുന്നു. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായി അവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇത് ഔചാരികമായി പെൺകുട്ടി ബഹളം ഉണ്ടാക്കി കരഞ്ഞ് നിലവിളിച്ച് ശരീരമാകെ ബ്ലഡ് അയലോക്കത്തെ വീട്ടിൽ ഓടിക്കേറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറംലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ നിരന്തരമായിട്ട് ഈ ഭാഗത്ത് ഇദ്ദേഹം വലിയൊരു ഫ്രാഡാണ്. പല വിഷയം ഇദ്ദേഹം പരമ്പരാഗത ജ്യോതിഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. ഈ മുരാരി എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു ആട്ടോറിക്ഷ തൊഴിലാളിയായിട്ട് ജീവിച്ച ഒരാളാണ്. ഒരു സുപ്രഭാതത്തി അതുപോലെ തന്നെ ചാരായം വാറ്റ്, ഇങ്ങനെ വാറ്റും പ്രശ്നമായി കേസായി. അതുപോലെ തന്നെ അന്ന് തന്നെ ആട്ടോറിക്ഷ ഓടിക്കുന്ന സമയത്തും പല സ്ത്രീപീഡന കേസുണ്ടായി. നാട്ടുകാരെല്ലാം കൈവക്കി ഒരുപാട് അടിയൊക്കെ കൊണ്ട് ഇദ്ദേഹം കുറേ നാൾ ഒളിവിലായിരുന്നു. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഈ ജോത്സ്യനെതിരെ, മുരാരി തന്ത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പല ചാനലുകളിലും പ്രത്യക്ഷപ്പെട്ട് വന്നിരുന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് വലിയ രീതിയിൽ ആളുകളെയൊക്കെ പറ്റിക്കാനുള്ള നീക്കം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിനിടെയാണ്
ഈ പോക്സോ കേസ് ഒരു 16-കാരിയെ പീഡിപ്പിച്ചെന്ന പരാതി വരുന്നത്, അതും ബാധ ഒഴിപ്പിക്കുകയാണെന്ന് വ്യാജേന വീടിനുള്ളിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം? ടോം, കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 4 മണിക്ക് ശേഷമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര പുത്തൂറിന് സമീപത്തുള്ള വെണ്ടാർ എന്നൊരു പ്രദേശത്താണ്. ഇവിടെ ഒരു ജ്യോതിശാലയം നടത്തുന്ന ഒരു ജ്യോത്സ്യനുണ്ട്. ഇയാളുടെ പേര് മുരാരി എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നത്. മുരാരി തന്ത്രി എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ മുൻപും ഒരുപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പോക്സോ കേസ് ആദ്യമായിട്ടാണ്. അവിടെ ഒരു അമ്മയുടെയും സഹോദരനോടൊപ്പം ഒരു 16 വയസ്സുള്ള ഒരു പെണ്ണെത്തിയിരുന്നു. അപ്പോൾ ഈ പെണ്ണിന് ബാധ ഉണ്ടെന്നും ഒരു പ്രത്യേകം പൂജയിലൂടെ മാത്രമേ ഈ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചിരുന്നു. തുടർന്നാണ് ഈ പെൺകുട്ടിയെ മാത്രം ഈ ജ്യോത്സ്യൻ വീടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ കാണാതെ ആയതോടുകൂടിയാണ് അമ്മ അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇയാളുടെ തന്ത്രിയുടെ ഈ മുരാരിയുടെ അടുത്ത് നിന്നും കൂടി രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ പീഡന വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ടോം, അത് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ശാരീരികമായിട്ടൊക്കെ ഒരുപാട് ഉപദ്രവം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണ് ഇവർ ഈ പെൺകുട്ടിയും കൂട്ടി ഈ മാതാവ് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെത്തുകയും വിവരങ്ങൾ പറഞ്ഞങ്ങനെ പോലീസിന് വിവരം അറിയിക്കുന്നത്. പുത്തൂർ പോലീസാണ്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഈ ജ്യോത്സ്യൻ അവിടെ നിന്നും രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത്. ജ്യോത്സ്യനെ ആയിട്ട് നിരവധി അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു, പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അല്പസമയം മുന്നേ ജ്യോത്സ്യനെ പോലീസ് പിടികൂടി എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഭരണിക്കാവ് വെച്ചിട്ടാണ് ഇയാളുടെ ഒളിസങ്കേതം വളഞ്ഞ് ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്ന സമയത്താണ് പോലീസ് അവിടെ എത്തുകയും ഇയാളെ കൈയോടെ പിടികൂടിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവം. വിനീഷ്, ഇയാളൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ജ്യോതിഷം പരിപാടിയുമാക്കി രംഗത്തിറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനലിൽ വന്നിരുന്ന ജ്യോതിഷത്തെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഇയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? കാരണം ഇതിനു മുൻപും നിരവധി പരാതികൾ, സമാനമായ രീതിയിലുള്ള പല ആക്ഷേപങ്ങളും ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇയാൾക്കെതിരെ ആരും പരാതിയുമായി മുന്നോട്ട് വരാതിരുന്നതാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് ഏതെങ്കിലും കേസുകൾ, സമാനമായ രീതിയിലുള്ള പോക്സോ കേസുകളോ പീഡന കേസുകളോ ഇയാൾക്കെതിരെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടോം, ഇയാളുടെ പേര് രാജൻ ബാബു എന്നാണ് ഒഫീഷ്യൽ നെയിം. പക്ഷേ ഇയാൾ മുരാരി തന്ത്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്വയം തന്ത്രി എന്നൊരു പ്രഖ്യാപനത്തിലൂടെയാണ് ഇയാൾ തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇയാൾ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ ഓട്ടോ ഓടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇയാൾ കമ്പ്യൂട്ടർ ജാതകം, അത് മാരേജ് ബ്യൂറോ തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നടത്തി വന്നിരുന്നു. അത് ഇപ്പോഴും ആ സ്ഥാപനം അവിടെയുണ്ട്. അവിടെ ഇപ്പോൾ ജ്യോതിശാലയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുരാരി ജ്യോതിശാലയം എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ നമുക്കറിയാൻ, നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം, പുത്തൂർ നിവാസികളോ അല്ലെങ്കിൽ ഈ പരിസരത്തുള്ളവരോ ആരും തന്നെ ഈ തന്ത്രിയുടെ ഈ ജ്യോത്സ്യൻ്റെ അടുത്ത്, തന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജ്യോത്സ്യനെ കാണാൻ പോകാറില്ല. ഇയാൾ റീൽസുകളിലൂടെയാണ് ആൾക്കാരിലേക്ക് സ്വീകാര്യത ഉറപ്പിച്ചിരുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിലടക്കം ഇയാൾ പ്രത്യേകം പേജുകളൊക്കെ സൃഷ്ടിക്കുകയും അങ്ങനെ ഇയാളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത വീഡിയോകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് അധികം ആൾക്കാർ ഇയാളെ കാണാനായി എത്തിയിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പീഡനത്തിന് ഇരയായ കുട്ടിയും കൊല്ലം ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നാലും പോലീസ് ആ കുട്ടിയുടെ മൊഴി പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറ്റൊന്നാണ് ടോം. ഇയാൾ ഇപ്പോൾ വലിയ സമ്പന്നനാണെന്നാണ് അറിയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജ്യോതിഷവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോയിട്ട് പണം സമ്പാദിച്ചാണ് ഇയാൾ നാട്ടിൽ വലിയ ജ്യോതിശാലയം ഒക്കെ നടത്തി വന്നിരുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തി വരുന്നുണ്ട്. നാട്ടുകാർ തന്നെ പോലീസിന് പലതരത്തിലുള്ള മൊഴികൾ നൽകുന്നുണ്ട്. മുൻപും ഈ അബ്കാരി കേസിലടക്കം ഇയാൾ പ്രതിയായിട്ടുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ പോക്സോ കേസ് ആദ്യമായിട്ടാണ് ഇയാളുടെ പേരിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവത്തോടെ തന്നെയാണ് നാട്ടുകാർ ഇത് കാണുന്നത്. ശക്തമായ ശിക്ഷ നൽകണം എന്നുള്ള വലിയൊരു ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള
പ്രചരണങ്ങൾ നടന്നു വരുന്നുണ്ട്. നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ഈ ബാധ ഒഴിപ്പിക്കുക ഇങ്ങനെയുള്ള ഈ വ്യാജസിദ്ധന്മാരുടെ ഒരു കാലമാണ്. ഇത്തരം വ്യാജസിദ്ധന്മാരെ തിരിച്ചറിയാൻ ഒരിക്കലും വൈകരുത്. കാരണം വിദ്യാസമ്പന്നരായവരാണ് കൂടുതൽ ഇതിൽ പെട്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 16 വയസ്സ് പ്രായം, ഒരു +2 ഡിഗ്രി പ്രായമാണ് ശരിക്കും. അപ്പോൾ ഈ പിടുന്നുണ്ട്, അതായത് ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഈ ശ്മശാനങ്ങളിൽ ഈ ശവസംസ്കാരം പോലെയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നവർ ഇവരുടെ ദേഹത്തൊന്നും ഇത്തരത്തിലുള്ള ബാധകൾ കൂടുന്നില്ല. എന്താണ് ഈ വിദ്യാർത്ഥികളിൽ തന്നെ ഇങ്ങനെ കൂടും? ഇതൊക്കെ നമുക്ക് ഒരുപാട് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം കുട്ടികൾ തിരിച്ചറിഞ്ഞ് മാതാപിതാക്കളെ ബോധവാന്മാരാക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം. ടോം, എന്തായാലും ഈ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ബോധവാന്മാരാവുക എന്ന് തന്നെയാണ്. ഈ സൈബർ തട്ടിപ്പൊക്കെ പോലെ തന്നെ ഈ തീർച്ചയായും അങ്ങനെയെങ്കിൽ ഇയാളുടെ മറ്റ് പശ്ചാത്തലം, സാമ്പത്തിക ഉറവിടം ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് വെറും ഓട്ടോറിക്ഷ തൊഴിലാളിയിൽ നിന്നും ഈ രീതിയിൽ വലിയ ഒരു അതിസമ്പന്നനായ രീതിയിലേക്ക് ഈ മുരാരി തന്ത്രി മാറിയത്, അല്ലെങ്കിൽ മുരാരി തന്ത്രിയിലേക്ക് ഈ രാജൻ ബാബുവിൽ നിന്നും മുരാരി തന്ത്രിയിലേക്ക് എങ്ങനെ എത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതല്ലേ? പ്രാഥമികമായിട്ടുള്ള ഒരു പ്രാഥമിക ഘട്ടം എന്നോണം കിട്ടിയ പരാതി പോക്സോ കേസ് പ്രകാരമുള്ള മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ഇനി മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം പരാതികൾ എത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം ഈ ഒരു സംഭവം പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ നിരവധി ഫോണുകളിൽ നിന്ന് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള അമർഷങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇയാളുടെ ചതിക്കുടിയിലകപ്പെട്ട നിരവധി പേർ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ പരാതികൾക്ക് അനുസരിച്ചായിരിക്കും ഇനി അങ്ങോട്ട് അന്വേഷണം നടക്കുന്ന ഡിവൈഎസ്പി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പോക്സോ വകുപ്പ് പ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഭരണിക്കാവിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കൂടുതൽ അന്വേഷണങ്ങളിലേക്കും എല്ലാം ഇനി നീങ്ങും. പോലീസിന്റെ അടുത്ത ഘട്ടം അങ്ങനെ തന്നെയായിരിക്കും. എസ് ബിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പുത്തൂരിലാണ് പോക്സോ കേസിൽ വ്യാജസിദ്ധൻ അറസ്റ്റിലായിരിക്കുന്നത്. മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബു 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. അതായത് ഈ ബാധ ഒഴിപ്പിക്കാനെന്ന വ്യാജേന ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ലൈംഗികമായി അതിക്രമം നടത്തുകയായിരുന്നു. നമ്മൾ നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് പലപ്പോഴും ചതികളിൽപ്പെടുന്നത്, കബളിപ്പിക്കപ്പെടുന്നത്. ഓർക്കുക, ഇതുപോലുള്ള സിദ്ധന്മാർ അല്ലെങ്കിൽ ഈ പൂജാരിമാരെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്വയം വലിയ രീതിയിൽ ഒരാൾ ദൈവങ്ങളാകാനൊക്കെ നടക്കുന്ന ആളുകളെയൊക്കെ സൂക്ഷിക്കണം. അവരുടെ പിന്നിൽ പല അജണ്ടകളുമുണ്ടെന്ന് തിരിച്ചറിയണം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. നിരണ സ്വദേശി വരുണിനെയാണ് ആലുവയിൽ നിന്നും പിടികൂടിയത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 3ആയി. 3 പേർ ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഇപ്പോൾ 3ാമത്തെ പ്രതി കൂടി പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ 2 പേർ പിടിയിലായത്. ഇനിയും കൂടുതൽ പേരെ പിടികൂടാനുണ്ട്. പോലീസിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ഈ നിരണം സ്വദേശി വരുണിന് ഈ കേസിലുള്ള പങ്കെന്താണ്? തിരുവല്ല സ്പാ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട 3 പേരാണ് ഇതോടെ അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യം 1ാം പ്രതി, കേസിലെ പ്രധാനപ്പെട്ട 1ാം പ്രതി കാപ്പാകത്തെ പ്രതിയുമായ മരണസുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടറും ബെർലിൻ ദാസുമാണ് ആദ്യം ഈ കേസിൽ അറസ്റ്റിലാവുന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് ഇപ്പോൾ ഈ കേസിലെ 3ാം പ്രതിയായ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരണ സ്വദേശിയായ വരുണിനെ ആലുവയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയെടുക്കുന്നത്. എന്തായാലും വരുണിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വരുണിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ചില നിർണായക മൊഴികൾ, മറ്റുള്ള പ്രതികളുടെ വിവരങ്ങൾ പോലീസിൽ ലഭിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ 3 പ്രതികൾ കൂടി ഈ കേസിൽ ലഭിക്കേണ്ട. 3 പ്രതികളും ഇപ്പോൾ ഒളിവിലാണ്. അവർ ഇതര സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെന്നാണ് ചില സൂചനകൾ. മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി അത്തരം കാര്യങ്ങൾ വിലയിരുത്തിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. പക്ഷെ ഇവർ 3 പേര് മൊബൈൽ ഉപയോഗിക്കാത്തതും ഇവരെ കണ്ടെത്തുന്നതിന് വലിയ തടസ്സമായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഇന്നലെ പിടിയിലായ വരുൺ കുമാറിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ, ഈ
വിവരങ്ങൾ ഈ പ്രതിയുമായി ഇപ്പോൾ ഒളിവിലുള്ള 3 പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നു. എന്തായാലും വലിയ വിവാദമായ ഒരു കേസാണ്. ആ കേസിൽ 6 പ്രതികളാണ് നിലവിലുള്ളത്. പട്ടാപ്പകൽ തിരുവല്ല നഗരത്തിൽ 1-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. പോലീസിനെതിരെയും ആ ഗുരുതരമായ ആരോപണമുണ്ട്. കൊട്ടേഷൻ ആണെന്ന് പറയുന്നു, ഒപ്പം ഗുണ്ടാപിരിവാണെന്ന് പറയുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ സ്പാ സെന്ററിൽ നടന്ന കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ഈ കൂട്ടബലാത്സംഗത്തിനിരയായ ജീവനക്കാരി പരാതി നൽകാൻ വൈകിയിരുന്നു. അതേസമയം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലൂടെയാണ് പിന്നീട് സ്വമേധയാ പോലീസ് കേസെടുത്താണ് ഈ പ്രതികളെ അന്ന് തന്നെ 2 പേരെ അറസ്റ്റ് ചെയ്തത്. ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇനിയും 3 പ്രതികൾ കൂടി കേസിലുള്ള 6 പേരാണ് മൊത്തം. 3 പേർക്കുള്ള അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. എന്തായാലും ഉടമ വ്യക്തമാക്കുന്നത് ഇത് ഗുണ്ടാപ്പിരിവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ ചെറിയ പണം ലഭിക്കാതെ വന്നതോടെ ജീവനക്കാരിയുമായി തർക്കമുണ്ടായി. പിന്നീട് കൂട്ടബലാത്സംഗം ചെയ്തതാണ് പോലീസ് തീർച്ചയായും പറയുന്നത്. ശശിനാരായണൻ, ഇവിടെ ആ ഗുണ്ടാ സംഘങ്ങൾ, സ്പായിൽ അതിക്രമിച്ചു കയറിയ ഗുണ്ടാ സംഘങ്ങൾ ബലാത്സംഗത്തിന് ഇരയായ യുവതിയോട് പറഞ്ഞത് ഇതൊരു കൊട്ടേഷനാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ ആ കൊട്ടേഷൻ നൽകിയത് ആരാണെന്ന് കണ്ടെത്തണം. നിലവിൽ നേരത്തെ 2 പേർ പിടിയിലായിട്ടുണ്ട്. അവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നും ആരാണ് കൊട്ടേഷൻ നൽകിയതെന്ന സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന്? തീർച്ചയായും ഇത് ഈ സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ ആണ്, ഈ ആക്രമണത്തിന് പിന്നിൽ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യ ദിവസം, ഈ 2-ാം ദിവസം പോലീസ് കേസെടുത്തതിന് ശേഷമാണ് ഉടമ ഇത്തരം വ്യക്തമാക്കുന്നത്. നേരത്തെ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ വാക്കുതർക്കം ഉണ്ടാകുന്നു, പിന്നീട് ഈ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷെ അതേസമയം ഈ ആക്രമണം ഒരു കൊട്ടേഷൻ ആക്രമണമാണ് എന്നുള്ളതാണ് ഉടമ, സ്ഥാപനത്തിന്റെ തിരുവല്ലയിലെ ഈ സ്പായുടെ ഉടമ വ്യക്തമാക്കുന്നത്. കൃത്യമായും ഇതൊരു കൊട്ടേഷനാണ്. തന്റെ സ്ഥാപനത്തെ ഇല്ലാതാക്കാൻ, സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി തിരുവല്ലയിൽ തന്നെയുള്ള അനധികൃതമായി പ്രവർത്തിക്കുന്ന ലൈസൻസ് ഇല്ലാത്ത ചില സ്പാ ഉടമകൾ ചേർന്നുള്ള പ്രവർത്തിയ കൊട്ടേഷന്റെ ഭാഗമാണ് ഇത്തരം നടന്നതെന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും മറ്റൊരു കാര്യം കൂടി ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ കൂട്ടബലാത്സംഗത്തിന് ഇരയായ അതിജീവിതയോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകയ്ക്കും ഇതിൽ പങ്കുള്ളതായി ചില സൂചനകൾ പരാതിയായി പറഞ്ഞിരുന്നു. അത് കാരണം പറയുന്നത് ഈ അതിജീവിതയെ ഇവർ ബലാത്സംഗം ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആക്രമിക്കുന്ന സമയത്തും ഈ സഹപ്രവർത്തക ഒരു കാര്യവും, അതായത് ഇവരെ എതിർക്കുന്നതിനോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഈ സഹപ്രവർത്തക ചെയ്തില്ല, ഒപ്പം മാറി നിൽക്കുകയാണ്. അതായത് അതിന് കാരണം ഈ സഹപ്രവർത്തകയുടെ സുഹൃത്ത് ഈ ഗുണ്ടകളുമായി ബന്ധമുള്ളവരാണെന്നാണ് ഈ ആക്രമണത്തിനിരയായ അതിജീവിത വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ കൂടിയൊരു സംശയമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഈ പോലീസിന്റെ മാസപ്പടി വിഷയങ്ങളുണ്ട്, അതെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയത്. അത്തരത്തിൽ കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും 3 പേര് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ പ്രതികൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇവരുടെ എല്ലാം പരാതികൾ പോലീസ് വസ്തുനിഷ്ഠമായി അന്വേഷിക്കുമെന്നാണ് ജില്ലാ പോലീസ്. തീർച്ചയായും എന്തായാലും ഈ കേസിൽ പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകിയില്ല എന്നല്ലേ ജില്ലാ പോലീസ് മേധാവി നേരത്തെ വ്യക്തമാക്കിയത്. പക്ഷേ ഈ മാസപ്പടി ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അത് പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാനത്ത് എവിടെയൊക്കെ ഈ രീതിയിലുള്ള സ്പാകൾ, മസാജിങ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാസപ്പടി വാങ്ങുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ സംഭവത്തെ പോലീസ് എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്? ഈ വിഷയത്തിലും ഈ മാസപ്പടി ആരോപണത്തിലും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടോ? തീർച്ചയായും ഈ മാസപ്പടിയിലും അന്വേഷണം നടത്തുമെന്നാണ് SP ഇന്നലെ വ്യക്തമാക്കിയത്. കാരണം ചില പോലീസുകാർ, അതായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഈ അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്പാ സെന്ററുകൾ തിരുവല്ലയുണ്ട്. ആ സ്പാ സെന്ററുകളിൽ ചെല്ലുന്ന ഉദ്യോഗസ്ഥർ മാസപ്പടി ഇനത്തിൽ പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത്തരമൊരു ആരോപണം പുറത്തു വന്ന സ്ഥിതിക്ക് അതിനെതിരെ നടപടി ഉണ്ടാകും. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തും. എന്തായാലും ഒരു ആഭ്യന്തര തലത്തിലുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ മാസപ്പടി കേസും വരും. അങ്ങനെ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്ക് അതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് SP ഇന്നലെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം പോലീസ് ഈ കേസിൽ അടിയന്തരമായി ഈ പരാതിക്കാരി ഈ കൂട്ടബലാത്സംഗത്തിനിരയായതിനു ശേഷം പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ പോലീസ് നേരിട്ട് സ്പെഷ്യൽ ബ്രാഞ്ചാണ് പോലീസ് ഈ കേസ് സ്വമേധയാ കേസെടുക്കുന്നത്. പിന്നീട് അന്വേഷണം ദ്രുതഗതിയിൽ നടന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയത്. കൃത്യമായ ഒരു അന്വേഷണം
കൃത്യമായ രീതിയിൽ പ്രതികളെ പിടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3 പേരാണുള്ളത്. അത് കൃത്യമായി പിടികൂടുകയും ചെയ്യുന്നു പോലീസ് വ്യക്തമാക്കുന്നു. പക്ഷേ പരാതിക്കാരി പിന്നാണ് പരാതി തരാൻ താമസിച്ചുകൊണ്ടാണ് 2-ാം തീയതി എഫ്ഐആർ ഇട്ടെന്നാണ് പോലീസ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് നടപടി സ്വീകരിച്ചു എന്നതാണ് പോലീസ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും വലിയ വിവാദങ്ങളുള്ള കേസാണ്. ഇനി 3 പേർ കൂടി കേസിൽ അറസ്റ്റിലാവാനുണ്ട്. അവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല സ്പായിലെ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലാണ് ഒരാൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഇനി 3 പേർ കൂടി പിടിയിലാവാനുണ്ട്. അവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. തിരുവനന്തപുരത്തെ കൂടുതൽ സ്പാകൾക്കെതിരെ നടപടിക്കൊരുങ്ങി കോർപ്പറേഷൻ. കഴക്കൂട്ടത്തെ സ്പാകളിലും മസാജിംഗ് സെന്ററുകളിലും പോലീസ് പരിശോധന നടത്തി. അനധികൃത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പരിശോധന ശക്തമാക്കിയത്. അനധികൃത സ്പാകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് മേയർ BV രാജേഷ് ആവർത്തിച്ചു. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്ത്രീയ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. നഗരം കാലാനുസൃതമായി വളരണം, ടൂറിസമൊക്കെ വളരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജനതയുടെ സുരക്ഷയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൽ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും എടുക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസുമായിട്ടും നമുക്ക് സഹകരിക്കേണ്ട ഘട്ടങ്ങളിൽ എക്സൈസുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോകും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്പായിൽ അവിടെ ജോലിക്കായി എത്തിയ പെൺകുട്ടിക്ക് നേരെ സ്പാ ഉടമ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചു എന്ന പരാതിക്ക് പിന്നാലെയാണ് ആ സ്പായിൽ റെയ്ഡ് നടക്കുന്നത്. പിന്നീട് പരിശോധന ശക്തമാക്കുമെന്ന് മേയർ വ്യക്തമാക്കിയതാണ്. അതായത് ക്രോസ് മസാജിങ് അനുവദിക്കില്ല, അനാശാസ്യം അനുവദിക്കില്ല എന്ന കർശനമായ താക്കീത് നൽകുന്നു. ഭരണകൂടം കൃത്യമായി ഇടപെടുന്നു. നമുക്കറിയാം, അതിനെ BV രാജേഷിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ നിലപാടിനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനെതിരെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ആരാണ് ഒരു മേയർക്ക് ഇതിനുള്ള അധികാരം നൽകുന്നതെന്ന്. പക്ഷേ നമുക്കറിയാം, അങ്ങനെ വിമർശിക്കുമ്പോഴും ഈ സ്പാകളുടെ മറവിൽ നടക്കുന്ന വഴിവിട്ട ഇടപാടുകൾ, അനധികൃതമായിട്ടുള്ള പല ഇടപാടുകളും കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പോലീസ് പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടം, തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം ഒരു ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പരിശോധന? ഇത് ഏത് രീതിയിലായിരിക്കും ഇനി തുടർ നടപടികൾ? ടോമ, ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ BV രാജേഷിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നഗരത്തിൽ നടക്കുന്ന സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിൽ പോലീസിന്റെയും ഡോക്ടർമാരുടെയും ഒരു രഹസ്യ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ്. അത്തരത്തിലുള്ള പിന്തുണകൾ എല്ലാം കണ്ടെത്തും. അതിനൊപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ അടച്ചുപൂട്ടുകയും ഒപ്പം തന്നെ ഈ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന സ്പാകളിൽ ഈ ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്പാകളിലും പരിശോധന നടത്തും. അത് നഗരസഭ ആരോഗ്യ വിഭാഗം നേരിട്ട് പരിശോധന നടത്തും. ഇനി പോലീസിൻ്റെ സഹായം ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് അതിനുശേഷമാണ് ഈ സെക്രട്ടേറിയറ്റിന് നേരെ മുൻവശത്തുള്ള ക്യാപിറ്റൽ ടവറിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ സ്പായിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും ഇവിടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം ഈ സ്പാ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതേ സ്പായിലെത്തിയ ഒരു അഭിമുഖത്തിനായി എത്തിയ ഒരു യുവതിക്ക് നേരെ അപമര്യാദയെ പെരുമാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് മേയർക്ക് നേരിട്ട് പരാതി ലഭിച്ചതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് അവധി ദിവസമാണ്, അന്ന് തന്നെ നേരിട്ടെത്തി പരിശോധന നടത്താൻ മേയർ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തിരുവല്ലയിൽ നടന്ന കൂട്ടബലാത്സംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നഗരത്തിൽ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്പാകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ പരാതിയും ഉയർന്നു വരുന്നത്. രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെങ്കിലും ഈ ഒരു ദുരനുഭവം നേരിട്ട് മേയറെ വിളിച്ചറിയിക്കുകയായിരുന്നു. ആ സമയത്താണ് നിർദ്ദേശം നൽകുകയും കഴിഞ്ഞ ദിവസം ഈ പരിശോധന അടക്കം ചെയ്തത്. അതിന് തുടർച്ചയായി ഇന്നും നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പാകളിൽ വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരവുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കർശന നിലപാടെടുക്കുമെന്നാണ് മേയർ പ്രതികരിച്ചിട്ടുള്ളത്. അത് മുന്നോട്ടുള്ള ദിവസങ്ങളിലും പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി സ്വീകരിക്കുക. അതിനൊപ്പം തന്നെ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്രോസ് മസാജ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം, അതായത് അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ നിലപാട് മയപ്പെടുത്തില്ല എന്നാണ് മേയറുടെ നിലപാട് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നും നാളെയുമായി വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ തുടരുമെങ്കിലും പിന്നീടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാതിരിക്കാനുള്ള നിരീക്ഷണവും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ, ഇതിപ്പോൾ പോലീസുമായി യോജിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നത്.
എങ്ങനെയാണ്, കാരണം ഇവിടെ അനധികൃതമായിട്ടാണ് ഈ സ്പാകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണം അല്ലെങ്കിൽ നഗരസഭ നീങ്ങുന്നുണ്ടോ? മാത്രമല്ല നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ലൈസൻസ് കൃത്യമായി വേണം. പക്ഷെ അത് മാത്രമല്ല, ഇതിൻ്റെ മറവിൽ നടക്കുന്ന വഴിവിട്ട ഇടപാടുകളാണ്, ഈ ക്രോസ് മസാജിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. അത് പലപ്പോഴും ലൈംഗിക ചൂഷണങ്ങളിലേക്ക് വരെയും കാര്യങ്ങൾ പോകുന്നുവെന്ന പരാതികളൊക്കെ പിന്നീട് ഉയർന്നു വരാം. അത് എങ്ങനെയാണ് ഈ പരിശോധനയുടെ ഭാഗമായി, റെയ്ഡിൻ്റെ ഭാഗമായി ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായും പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനയിൽ പ്രവർത്തിക്കുന്നത് ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് പരിശോധിക്കുന്നത്. ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് നടപടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് പിന്നീട് ഇവിടെ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെല്ലാം പരിശോധിക്കും. മാത്രമല്ല ഇവിടെ മസാജ് സെന്ററിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്പായിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റെതായ സർട്ടിഫിക്കേഷനോ അതായത് യോഗ്യതയുണ്ടോ എന്നും അങ്ങനെയല്ല ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇവിടെ യുവതികളെ അതായത് ഭീഷണിപ്പെടുത്തിയടക്കം പലരും ഈ ഒരു ട്രാപ്പിലടക്കം പെട്ടുപോകുന്ന നിരവധി യുവതികളുണ്ട്. അങ്ങനെയാണോ ഈ ഒരു സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നടക്കം മേയർ ഈ ഒരു നഗരസഭ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായം കൂടി തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ശൃംഖലയാണ്. കാരണം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ബോർഡുകൾ തന്നെ കൃത്യമായി ഇല്ലാതെ നടത്തുന്ന പല സ്പാകളുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ റെയ്ഡ് നടത്തിയ സ്ഥാപനം അകത്തേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം മാത്രമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ഗുണ്ടാ സംഘം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പെട്ടുപോകുന്ന സ്ത്രീകളെ അടക്കം അവിടെ നിന്നും രക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും ഇപ്പോൾ നഗരസഭ തീരുമാനിക്കുക. അതിനൊപ്പം തന്നെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിലും പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനയുണ്ടാകും. ഈ ഒരു ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ല എന്ന് കണ്ടെത്തി പൂട്ടുന്ന സ്ഥാപനങ്ങൾ പിന്നീട് തുറക്കുമ്പോൾ അതിൽ ലൈസൻസിനൊപ്പം തന്നെ ഇത് കൃത്യമായ മാർഗ്ഗരേഖകൾ പിന്തുടർന്നുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, ക്രോസ് മസാജിംഗ് പോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളിൽ വീണ്ടും ഒരു പരിശോധന അല്ലെങ്കിൽ തുടർച്ചയായുള്ള പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനു മുൻപ് നമുക്കറിയാം വയനാട് പോലെയുള്ള ജില്ലകളിലും വ്യാപകമായി പോലീസിന്റെ റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. കാരണം പ്രധാനമായി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഇത്തരം സ്പാകൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത് നിയന്ത്രണ വിധേയമാകും. പിന്നീട് ആ റെയ്ഡ് അവസാനിക്കുന്നതോടുകൂടി വീണ്ടും ഇവയെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങളും ഗുണ്ട രീതിയിലുള്ള കാര്യങ്ങളിലെല്ലാം വീണ്ടും വ്യാപൃതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതെ ഇത് കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായ മാർഗ്ഗരേഖകൾ പിന്തുടരുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനാണിപ്പോൾ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവല്ലയിലെ സംഭവമാണെങ്കിൽ പോലും തിരുവനന്തപുരത്തും ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് നഗരസഭ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നഗരസഭയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് ഭാഗങ്ങളിലും അതായത് മറ്റ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലടക്കം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരം മുൻപേ തന്നെ സർക്കാരിൻ്റെ അറിവിലുള്ള കാര്യമാണ്. ആ ഭാഗങ്ങളിലേക്കും സർക്കാർ എത്തരത്തിലുള്ള നടപടികളിലേക്ക് എത്തും എന്ന കാര്യവും ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. കാരണം പല ഭാഗങ്ങളിലായി അതായത് നഗരത്തിലല്ലാതെ തന്നെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലും ഇങ്ങനെ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കുള്ള സ്ഥാപനങ്ങളിലെ നിയന്ത്രണങ്ങൾ എങ്ങനെ കൊണ്ടുവരും എന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെയും മസാജിംഗ് സെൻ്ററുകൾക്കെതിരെയുമാണ് കർശന നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷൻ്റെ നീക്കങ്ങൾ. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ CJ റോയിയുടെ മരണശേഷം കമ്പനിയുടെ ആദ്യ വാർത്താ സമ്മേളനം വൈകിട്ട് കൊച്ചിയിൽ 4 മണിക്ക് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് MD TA ജോസഫ് മാധ്യമങ്ങളെ കാണും. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് സൂചന. റോയിയുടെ മരണം തുടർന്നുള്ള അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഗ്രൂപ്പിൻ്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നത് നിർണായകമാണ്. അതേസമയം കേസ് അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കൊച്ചിയിലെത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഡോക്ടർ CJ റോയിയുടെ മരണശേഷം ആ സമയം തന്നെ ഈ MD TA ജോസഫ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചതാണ്, കുടുംബാംഗങ്ങൾ ഉന്നയിച്ചതാണ്. പക്ഷെ അതിനുശേഷമാണ് ഈ റോയിയുടെ ഡയറി കുറിപ്പ് പുറത്തു വന്നപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമല്ല, അതിനപ്പുറം ചില സാമ്പത്തികമായ ബാധ്യതകൾ, സാമ്പത്തികമായ ചില ഇടപാടുകളൊക്കെയാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന രീതിയിലുള്ള ചില സൂചനകൾ വരുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണവും നീങ്ങുന്നത്. ഇന്ന് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD മാധ്യമങ്ങളെ കാണുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കാരണം ഈ റോയിയുടെ മരണശേഷം പല രീതിയിലുള്ള കഥകൾ, അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില സാമ്പത്തികമായ
തട്ടിപ്പ് റോയ് നടത്തിയിട്ടുണ്ട്. സാമ്പത്തികമായ ചില ഇടപാടുകൾ, മറ്റ് വഴിവിട്ട ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ തുടർന്ന് നിക്ഷേപകരൊക്കെ ആശങ്കയിലായിട്ടുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഇന്നത്തെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ടോം, വൈകിട്ട് 4 മണിക്ക് താജ് വിവാന്തയിൽ വെച്ചാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് MD മാധ്യമങ്ങളെ കാണുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നേരത്തെ തന്നെ അവർ പല ആവർത്തി വ്യക്തമാക്കിയിരുന്നു. റോയുടെ മകനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കോൺഫിഡൻസ് ഗ്രൂപ്പ് യാതൊരു വിധത്തിലും പ്രതിസന്ധി നേരിടുന്നില്ല. ഈ പറയുന്നത് പോലെ അഭ്യൂഹങ്ങളിൽ പരക്കുന്നത് പോലെ ഏതെങ്കിലും തകർച്ചയുടെ വക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ സംരംഭകരിൽ നിന്നും തിരിച്ചടി നേരിട്ട ഒരു സാഹചര്യത്തിലേക്ക് ഒന്നുമല്ല കോൺഫിഡൻസ് ഗ്രൂപ്പ് പോകുന്നത്. കൂടുതൽ സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു എന്ന് കൂടി നേരത്തെ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ് വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടിയിട്ടായിരിക്കും ഇന്ന് മാധ്യമങ്ങളെ കാണുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 4 മണിക്ക് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ SIT സംഘം ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തി അവരുടെ ഓഫീസിലെത്തി ചോദ്യം ചെയ്യലും തുടർന്നുള്ള തെളിവെടുപ്പ്, വിവരശേഖരണം ഇതെല്ലാം നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ ദിവസം അവരെത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിലും ചില കാലതാമസം നേരിടുന്നുണ്ട്. ചിലപ്പോൾ അതിനുമൊക്കെ ഒരു വ്യക്തത ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കൈവരുമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ളൊരു ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു. അതിലായിരുന്നു ഈ വിദേശത്തു നിന്നടക്കം തിരിച്ചടി നേരിട്ടു, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തകർച്ചയുടെ വക്കിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബാധ്യതയിലേക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഉയർന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇന്നൊരു പത്രസമ്മേളനം വിളിച്ച് അവരുടെ മുന്നോട്ടുള്ള ഏത് രീതിയിലാണ് ആ കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സംരംഭകരെയൊക്കെയാണ് അവരെ ക്ഷണിച്ചിരിക്കുന്നത്, ഇതെല്ലാം തന്നെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അറിയാനും സാധിക്കും. അതോടൊപ്പം തന്നെ റോയിയുടെ മകനായിരിക്കും ഇനി പുതിയ ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുക എന്നൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ ഡയറി കുറിപ്പിലടക്കം കമ്പനി എങ്ങനെ കൊണ്ടുപോകണം, മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നതിനുള്ള നിർദ്ദേശം റോയ് എഴുതിയിരിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി മകനായിരിക്കും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചുമതലയിൽ വരിക. ആ രീതിയിലേക്കും ഈ സംരംഭകരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടിയായിരിക്കും ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ കോൺഫിഡൻസ് ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ SITയുടെ അന്വേഷണം ഒരു ഭാഗത്തുകൂടി പുരോഗമിക്കുകയാണ്. അതിൽ റോയിയുടെ മരണത്തിന്റെ കാരണം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള കാരണങ്ങൾ റോയ്ക്കുണ്ടോ എന്ന ചോദ്യത്തിന് സുഹൃത്തുക്കളോ ബന്ധുക്കളോ കുടുംബാംഗങ്ങൾക്കോ ഒന്നും തന്നെ ഉത്തരമില്ല. ആകെ അറിയാവുന്നത് റോയ് സന്തോഷവാനായിരുന്നു, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. സഹോദരൻ പറയുന്നതനുസരിച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനെ തുടർന്ന് മാത്രമാണ് റോയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ ആ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. കുടുംബത്തോടടക്കം മാപ്പ് പറയുന്നുണ്ട്. അതായത് റോയ് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയായാണ് നമുക്ക് ആ ഡയറി കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അന്വേഷണത്തിൽ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. എന്തായാലും ഉടനെ തന്നെ റോയിയുടെ മരണത്തിന്റെ കാരണവും വ്യക്തമാകാൻ കഴിയുമെന്നാണ് മനസ്സിലാകുന്നത്. കേട്ടോ, എന്തായാലും കർണാടകയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. റോയിയുടെ ഇവിടുത്തെ സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടും കോൺഫിഡൻസ് ഗ്രൂപ്പ് അവരുടെ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ, അഭിപ്രായങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്ന് തന്നെ കരുതാമല്ലേ നവമി? ടോം, ആദ്യം ഈ ഒരു പോലീസിന്റെ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തി ഉണ്ടായിരുന്നില്ല. കാരണം ആദായ നികുതി വകുപ്പിന്റെ ഒരു സമ്മർദ്ദം കാരണമാണ് റോയ് മരിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കുടുംബവും കമ്പനിയും ഒക്കെ. പക്ഷെ പിന്നീട് ആ നിലപാട് മാറ്റുകയും SITയുടെ അന്വേഷണത്തിൽ സംതൃപ്തി ഉണ്ടെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ അന്വേഷണം ഇത്രയും ദിവസങ്ങൾ ഇത്രയും കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്താണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തെ അവർ ഏത് വിധേനയാണ്
സ്വാഗതം ചെയ്യുന്നത്? അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടോ എന്നതിലൊക്കെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തത കൈവരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. SITയുടെ അന്വേഷണത്തിൽ നേരത്തെ ഈ ബംഗളൂരുവിലുണ്ടായിരുന്ന CJ റോയിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്തിരുന്നു, റോയിയുടെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു. ഇവരിൽ നിന്നെല്ലാം കിട്ടുന്ന ഉത്തരം റോയിക്ക് പ്രത്യേകിച്ചുള്ളൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നതായി തോന്നിയില്ല. വളരെ സന്തോഷവാനായിരുന്നു, സാധാരണ പോലെ തന്നെയാണ് പെരുമാറിയത്. പക്ഷെ കുടുംബം പറയുന്നത്, ഭാര്യ അടക്കം SITക്ക് നൽകിയ മൊഴിയിൽ പറയുന്നത്, റോയി ഈ വിഷാദ രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്നു. ബംഗളൂരുവിലെ തന്നെ ഒരു ആശുപത്രിയിൽ വിഷാദ രോഗത്തിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു എന്ന് കുടുംബം പറയുന്നു. അങ്ങനെ റോയിയെ പോലെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊന്നും അറിയാത്ത തരത്തിൽ അത്രയും സന്തോഷവാനായിരുന്ന റോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷാദ രോഗം വരാൻ കാരണമെന്നാണ് SIT നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില ഡിജിറ്റൽ തെളിവുകൾ, അതായത് ഗാഡ്ജറ്റിലെ വിവരങ്ങൾ, മറ്റ് ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പൂർണ്ണമായും കൈമാറണം, അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് കുടുംബത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുടുംബം ഇപ്പോഴും കാരണം ബംഗളൂരുവിൽ തന്നെയാണോ? അതെ, കാരണം ടോം നേരത്തെ ചോദ്യം ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SIT സംഘം കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് തങ്ങളിപ്പോൾ മാനസികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. റോയി മരിച്ചതിന്റെ ആഘാതത്തിൽ നിന്നും ഭാര്യയും മക്കളും ഇപ്പോഴും മുക്തരായിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് മുന്നിൽ തങ്ങൾക്ക് വരുവാനോ അല്ലെങ്കിൽ തങ്ങളുടെ മൊഴി എടുക്കുവാനോ ചില മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അല്പം സമയം തരണം എന്നൊരു ആവശ്യം കുടുംബം ഉന്നയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബത്തിനോട് SIT അറിയിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എടുത്തോളൂ, പക്ഷെ ബംഗളൂരു വിട്ടു പോകരുത്. അവർ ദുബായിലാണ് ഇവർ സെറ്റിൽ ആയിട്ടുള്ളത്, അങ്ങോട്ടേക്ക് പോകരുത്, ബംഗളൂരിൽ തന്നെ തുടരണം. അതോടൊപ്പം തന്നെ റോയിയുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ലാപ്ടോപ്പുകൾ, മറ്റ് മൊബൈൽ ഫോണുകൾ, ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിക്കണം. ബംഗളൂരുവിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കിട്ടിയിട്ടില്ല, ഈ രേഖകൾ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോയിയുടെ കുടുംബത്തോട് ആവശ്യമായിട്ടുള്ള രേഖകളെല്ലാം കൈവശം വെച്ച് ഈ ചോദ്യം ചെയ്യലിന് അടുത്ത പ്രാവശ്യം എത്തുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ ഇതെല്ലാം സമർപ്പിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം നൽകണമെന്നൊരു നിർദ്ദേശം കൂടി SIT നൽകിയിരിക്കുന്നത്. അവരിപ്പോഴും ബംഗളൂരുവിൽ തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അവരെയും വിശദമായി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നടത്തിയ ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് ഈ ഡയറിക്കുറിപ്പിനെ കുറിച്ചും ഈ വിഷാദ രോഗത്തിൽ മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചതും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് കൊച്ചിയിൽ നടക്കുക. എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന ശരത് മാരൻ ആണ് കുത്തിയത്. അതേസമയം പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പോലീസിൻ്റെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. ഭായ് കോളനിയിൽ നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെരുമ്പാവൂർ മൂവാറ്റുപുഴ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാനക്കാർക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ, പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അനാശാസ്യം അനുവദിക്കില്ല, ലഹരി ഇടപാടുകൾ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ കർശനമായ നിലപാട് സ്വീകരിക്കുന്നു. നമുക്കറിയാം, ഈ പല ഇടങ്ങളിലും ഇതര സംസ്ഥാനക്കാർ ഭീതി പരത്തുന്നുണ്ട്. ലഹരിക്കടിമകളാണ്, ലഹരി ഉപയോഗിച്ച് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് മൂവാറ്റുപുഴയിൽ നടന്ന കൊലപാതകവും. അവിടെ ഈ ഒഡീഷ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്, അതും മദ്യപാനത്തിനിടെ. എന്താണ് വിവരങ്ങൾ? ഡാനി, വിവരങ്ങൾ? എറണാകുളം മൂവാറ്റുപുഴയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ മദ്യപിച്ചുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ഒഡീഷ സ്വദേശി രാകേഷ് ബെഹ്റയാണ് മരിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന ശരത് മാരൻ എന്ന ആളാണ് കുത്തിയത്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.
പ്രത്യേകിച്ചും ഈ പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഇതര സംസ്ഥാനക്കാർക്ക് ഇടയിൽ ലഹരി ഉപയോഗവും അതോടൊപ്പം അനാശാസ്യം ഉൾപ്പെടെ ഇടപാടുകളും വർദ്ധിക്കുന്നുവെന്ന ആക്ഷേപമുണ്ട്. അതിനിടെയാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിരിക്കുന്നത്. ഡാനി, വിവരങ്ങൾ. ടോം, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഈ ലഹരി മരുന്ന് കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഞ്ചാവ് കടത്ത് കേസാണ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവ് അവിടെ ഈ തൊഴിലാളികൾക്കിടയിൽ തന്നെ വിതരണവും വിൽപ്പനയും എല്ലാം തന്നെ വ്യാപകമാകുന്നു. ഇപ്പോൾ പിന്നീട് അതിന് പുറത്തേക്ക് ഈ ബായ് കോളനി എന്നെല്ലാം പറയുന്ന സ്ഥലത്തിന് പുറത്തേക്കും ഇതെല്ലാം പോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടം കേന്ദ്രീകരിച്ചുള്ള വിൽപ്പനയ്ക്ക് വേണ്ടി പലരും ഇവിടേക്ക് എത്തുന്നു. അങ്ങനെ പൊതുവിൽ വലിയ രീതിയിലുള്ള ഈ അസാന്മാർഗിക പ്രവർത്തനങ്ങൾ, അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ കേന്ദ്രീകൃതമാകുന്നുവെന്ന നാട്ടുകാരുടെ വലിയ പരാതി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് അവിടെ പരിശോധനകളടക്കം കർശനമാക്കുന്നത്. നാട്ടുകാർ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അടുത്തിടെ സംഘടിപ്പിച്ചിരുന്നു. ഇതിന് നേരെ കർമ്മസമിതി അടക്കം രൂപീകരിച്ചു. ഇതിനെ തുടർന്നാണ് പോലീസ് ഒരു പരിശോധനയിലേക്ക് കടക്കാൻ പോലും തയ്യാറായത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 9ഓളം ലഹരി കേസുകൾ അവിടെ പിടികൂടുന്നു. ഒപ്പം തന്നെയും 3 സ്ത്രീകളെ മതിയായ രേഖകളില്ലാതെ അവിടെ താമസിച്ചതിന് പിടികൂടുന്നു. അങ്ങനെ പല കേസുകളുമായി അവിടെ നിന്ന് പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഇതിനൊപ്പം തന്നെയാണ് വലിയ രീതിയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ ഇപ്പോൾ മൂവാറ്റുപുഴയിൽ ഈ കൊലപാതകമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മറ്റൊരാൾ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അങ്ങനെ പൊതുവിൽ ഈ മേഖലയിലെല്ലാം തന്നെ അതിഥി തൊഴിലാളികൾ കൂടുതലായിട്ട് പാർക്കുന്ന ഇടങ്ങളിൽ തന്നെയും പലപ്പോഴും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആരും ഇവിടെ തൊഴിലെടുക്കുന്നതിനെ കാരണം അത്രയധികം ഭയത്തോടു കൂടിയാണ് പെരുമ്പാവൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇതര സംസ്ഥാനക്കാർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ജീവിക്കുന്നത്. കാരണം വൈകുന്നേരങ്ങളിൽ പെരുമ്പാവൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ബെവറേജസിന് മുന്നിലുള്ള ക്യൂ, പിന്നെ അതിനുശേഷം അവർ തമ്മിലടിക്കുന്ന കാഴ്ച, പരസ്യമായ അനാശാസ്യ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നടമാടുന്നുണ്ട്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇത്രയും നാളുകളായിട്ട് ഈ പരാതികളൊക്കെ ഉയർന്നിട്ടും പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഭരണകൂടം ശക്തമായി ഇടപെടുന്നില്ല. ഈ ഒരു പരാതികളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണോ ഇപ്പോൾ ഈ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത്? ടോമേ, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. അത് പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു. നാട്ടുകാർ ഈ ബംഗാൾ കോളനി എന്നെല്ലാം പറയുന്നിടത്ത് പ്രതിഷേധവുമായി ഒരുമിച്ച് അവിടേക്ക് എത്തുകയും പന്തം കൊളുത്തി പ്രകടനം അടക്കം ഇവിടെ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത്ര കണ്ട പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ് പോലീസ് ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് ഇത്തരം ഈ അനാശാസ്യങ്ങളുടെ കേന്ദ്രമായി മാറുമ്പോൾ പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ്. അടുത്തയിടെ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവിനെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിൽ പറയുന്നത് ഈ തൊഴിലാളികളടക്കം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്കെതിരെ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടാകുന്നില്ല. ഇവരുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് അത് ചോദ്യം ചെയ്യാൻ ചെന്ന ആൾക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. പോലീസാകട്ടെ ഇക്കാര്യത്തിൽ പറയുന്നത് നിയമം ആരും കയ്യിലെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് നാട്ടുകാരുടെ പരാതിയായിട്ട് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തിരച്ചിൽ ശക്തമാക്കാനടക്കം തീരുമാനിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ പരിശോധനകൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ 9ഓളം കേസുകൾ ലഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളെല്ലാം തന്നെയാണ് ഇവർക്കെല്ലാം വാടകയ്ക്ക് നൽകിയിരിക്കുന്നത്. അവിടെയെല്ലാം തീർത്തും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ സൗകര്യങ്ങൾ ഇവർ അതിൽ തന്നെയാണ് ഇവർ അതിൽ കഴിയുന്നത്. പക്ഷേ നിയമം അനുസരിച്ചു കൊണ്ടുള്ള ഒരു പോക്കല്ല, ക്രമീകരണങ്ങളല്ല അവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് പരിസരത്തുള്ളവർ തന്നെ പറയുന്നത്. അതിനെതിരെയും പോലീസ് നടപടികൾ സ്വീകരിക്കണം. കാരണം ഈ രീതിയിലേക്ക് ഇവർക്ക് കെട്ടിടങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് എല്ലാം തന്നെയും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. ടോം. യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടൻ ബിജു മേനോനെതിരെ
ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, കരാർ പ്രകാരം സിനിമാ പ്രൊമോഷന് ബിജു മേനോൻ പങ്കെടുത്തില്ല. ബിജു മേനോന്റെ പേര് പറയാൻ തനിക്ക് മടിയുമില്ല, പേടിയുമില്ല. ഇതോടെ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമായതെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മലയാള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട നടൻ പ്രൊമോഷന് ചെല്ലാത്തതുകൊണ്ട് ഒരു നിർമ്മാതാവിന്, അദ്ദേഹം ഒരു സംവിധായകൻ കൂടിയാണ്, ഞങ്ങളുടെ മെമ്പറാണ്, 25 ലക്ഷം രൂപയാണ് ചാനലിൽ നിന്ന് കിട്ടാനുള്ള തുകയിൽ കുറഞ്ഞത്. 25 ലക്ഷം രൂപ ചെറിയ തുകയാണോ അത്? അതേ നടൻ ഇപ്പോൾ ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമയിൽ അദ്ദേഹം പ്രൊമോഷന് പോയിട്ടില്ലല്ലോ. ഞാൻ ബിജു മേനോനെ കുറിച്ച് സംസാരിക്കുന്നത്, എനിക്ക് പേര് പറയാനൊന്നും ഒരു മടിയുള്ള ആളല്ല. അദ്ദേഹം പോയിട്ടില്ലല്ലോ. ഇതെന്താ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കരാറിലുള്ള കാര്യമല്ലേ പ്രൊമോഷൻ എന്നുള്ളത്? അല്ലേ? അത് പാലിക്കപ്പെടാത്തപ്പോൾ ഞാൻ പറയുന്നത്, ഞങ്ങളോട് നിങ്ങൾ ഈ വേതന വ്യവസ്ഥയിൽ തർക്കിക്കുന്ന ഒരു കാർക്കശ്യം ഉണ്ടല്ലോ, അതിൻ്റെ 10% നിങ്ങൾ അവിടെ കാണിക്കുകയെ. ഒരു പടം പ്രൊമോട്ട് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണെന്നൊരു കരാറിൽ എഴുതി ഒപ്പിട്ട ശേഷം പോവാതിരിക്കുക. അതിന് മുകളിൽ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടപ്പെടുക. ഇപ്പോൾ വന്ന സിനിമയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് ഏത് സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഈ രീതിയിലുള്ളൊരു തർക്കം ഉണ്ടായിരിക്കുന്നത്? ഈ ബിജു മേനോനെതിരെയാണ് ആക്ഷേപമുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നടന്ന സംഭവം എന്നൊരു ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ബിജു മേനോൻ പങ്കെടുത്തില്ല. അതിനെ തുടർന്ന് ഈ നിർമ്മാതാവിന് 25 ലക്ഷം രൂപ നഷ്ടമായി എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതേ ബിജു മേനോൻ തന്നെ വീണ്ടും ഈ സംഭവം ആവർത്തിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നടന്ന സംഭവം എന്ന ചിത്രത്തിലും അതിന്റെ പ്രൊമോഷൻ പരിപാടികളുടെ ഭാഗമാക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ഇത് വലിയ നഷ്ടമാണ് നിർമ്മാതാക്കൾക്ക് ഉണ്ടാക്കുന്നത്. ഒരു നടൻ പ്രത്യേകിച്ച് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പിടുമ്പോൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആ സിനിമയുടെ പ്രൊമോഷന്റെ എല്ലാത്തിന്റെയും ഭാഗമാകണം. അതുൾപ്പെടെയാണ് ഇവർക്ക് ഈ വേതനമായി നൽകുന്നത്. എങ്കിൽ പോലും അത് പാലിക്കാത്ത പല നടന്മാരും മലയാള സിനിമയിലുണ്ട്. അതിലൊന്ന് ബിജു മേനോനാണ്. ബിജു മേനോന്റെ പേരെടുത്ത് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഈ എറണാകുളത്ത് വെച്ച് തന്നെയായിരുന്നു ഈ മലയാള സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പുതുക്കിയ സേവന വേതന കരാറിൽ ഒപ്പിട്ടത്. ആ ഒപ്പിട്ട കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു നടത്തിയ പത്രസമ്മേളനത്തിലാണ് ബിജു മേനോനെതിരായിട്ടുള്ള വിമർശനം ബി ഉണ്ണികൃഷ്ണൻ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിലെ തന്നെ നടന്മാർ പലപ്പോഴും സെറ്റുകളിൽ എത്തുന്നത് ഏറെ വൈകിയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകൾ ഇത്രയേറെ വൈകാൻ കാരണം ഇവരുടെ ഇത്തരത്തിലുള്ള രീതികൾ കൊണ്ടാണ്. നടന്മാരെന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട പല നടന്മാരും സെറ്റുകളിൽ വൈകി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് ഒരു നടി തന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി തന്റെ വേതനം ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി എന്നുകൂടി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ഒരാളുടെ കാര്യമല്ല, പല നടന്മാരും ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് സിനിമയെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നടന്മാർ മാത്രം അവരുടെ വേതനം ഉയർത്തുമ്പോൾ അതിൽ തന്നെ സാങ്കേതിക പ്രവർത്തകർ ഇപ്പോഴും 2000-നും 3000-നും മാത്രം പണിയെടുക്കുന്നവരാണ്. ആ രീതി മാറണം. അത് തന്നെയാണ് ഈ ഒരു വേതന കരാർ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓവർ ടൈം ജോലി ചെയ്യുമ്പോൾ അവർക്ക് അതിന്റെ അനുസരിച്ചുള്ള വേതനം നൽകുന്നു. ഒപ്പം 16 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂറാക്കി ചുരുക്കുകയും ചെയ്തു. 2 ഷെഡ്യൂളുകളായിട്ടായിരിക്കും ഇനി ഈ ടെക്നീഷ്യന്മാർക്ക് സാങ്കേതിക പ്രവർത്തകർക്ക് ജോലി ഉണ്ടാകുക. അതിൽ ഈ 1 മണിക്കൂർ നിർബന്ധമായി തന്നെ ലഞ്ച് ബ്രേക്ക് എന്ന സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. രാത്രി ഓവർ ടൈം ആയിട്ട് അവർക്ക് ജോലി ചെയ്യുന്നു എങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള വേതനം കൂടി നൽകണം എന്നുകൂടി കരാറിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു സിനിമാ താരങ്ങളുടെ വേതനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതേപോലെ നടക്കുന്നുണ്ട്. ഉടനെ അതും പ്രാബല്യത്തിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയെന്ന് കൂടി ബി ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. അതിനിടയിലാണ് ഈ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ബിജു മേനോന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ബി ഉണ്ണികൃഷ്ണൻ സൂചിപ്പിച്ചത് ന്യായമായ ആവശ്യമാണ് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം സിനിമകളിൽ അഭിനയിച്ച് പ്രതിഫലം വാങ്ങിപ്പോയാൽ മാത്രം പോരാ, ആ സിനിമയുടെ പ്രൊമോഷനും ഈ താരങ്ങൾ പങ്കെടുക്കണം, അതിനുവേണ്ടി മുൻകൈ എടുക്കണം എന്നൊരു കരാർ നേരത്തെ തന്നെ ഉള്ളതാണ്. അത് ബിജു മേനോൻ ലംഘിച്ചു എന്നാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ആരോപിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.